കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ഇന്നുര ചെയ്തവൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ഇന്നുര ചെയ്തവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ആഴിയിന്നാഴത്തിൽ കൂടെയുണ്ട്. ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആഴിയിന്നാഴത്തിൽ കൂടെയുണ്ട്. ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആവശ്യനേരത്തിൻ കൂടെയുണ്ട്. ആശ്വാസദായകൻ കൂടെയുണ്ട്. ആവശ്യനേരത്തിൻ കൂടെയുണ്ട്. ആശ്വാസദായകൻ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും വെള്ളമെൻ്റെ മേൽ കവിയുകില്ല. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും വെള്ളമെൻ്റെ മേൽ കവിയുകില്ല. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ എൻ താതൻ എന്നോട് കൂടെയുണ്ട്. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ എൻ താതൻ എന്നോട് കൂടെയുണ്ട്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 133 സങ്കീർത്തനം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യമഞ്ഞ് പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യമഞ്ഞ് പോലെയാകുന്നു. സിയോൻ പർവ്വതം, അതിനുള്ള മറ്റൊരു പേരാണ് ഹെർമോൻ പർവ്വതം. നാം പർവ്വതങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. പർവ്വതങ്ങൾ, ഓരോ പർവ്വതങ്ങളെക്കുറിച്ചും നാം വിശദമായും വിശാലമായും പഠിക്കാൻ ഉത്സാഹിക്കുകയായിരുന്നു. പർവ്വതങ്ങൾ, ഒന്നാമത് നാം കാൽവറി മലയെക്കുറിച്ച് ചിന്തിച്ചു.
കാൽവറി മല, കാൽവറി. രണ്ടാമത് നാം ചിന്തിച്ചു മോറിയ മല. മൂന്നാമത് നാം ചിന്തിച്ചു ഹോരേബ് പർവ്വതം, സീനായി മല, ഹോരേബ് അല്ലെങ്കിൽ സീനായി. നാലാമത് ഒലിവ് മലയെക്കുറിച്ച്, ഒലിവ് പർവ്വതത്തെക്കുറിച്ച് ചിന്തിച്ചു. അഞ്ചാമത് താബോർ മലയെക്കുറിച്ച് ചിന്തിച്ചു, മർറൂ മല, താബോർ മല. ആറാമത് നെബോ പർവ്വതത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. ഏഴാമത് ഏദൻ തോട്ടം സ്ഥിതി ചെയ്യുന്ന ഏദൻ പർവ്വതത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. എട്ടാമത് പെട്ടകമുറച്ച അറാറാത്ത് പർവ്വതത്തെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. ഒൻപതാമത് അഹരോൻ മൃതിയടഞ്ഞ ഹോർ പർവ്വതത്തെക്കുറിച്ച് നാം ധ്യാനിച്ചു. പത്താമത് ബാസാൻ പർവ്വതത്തെക്കുറിച്ച് നാം കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിക്കുകയുണ്ടായി. ബാസാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. അല്ലയോ കൊടുമുടികളേറിയ പർവ്വതങ്ങളെ, യഹോ വസിപ്പാനിശ്ചിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്ത്? ദൈവം വസിപ്പാനിച്ഛിക്കുന്ന പർവ്വതം സിയോൻ പർവ്വതമാകുന്നു, അത് ഹെർമോൻ പർവ്വതമാകുന്നു. കൊടുമുടികളേറെയുണ്ടെങ്കിലും ദൈവം വസിപ്പാൻ ഇച്ഛിക്കുന്ന പർവ്വതത്തിൽ സ്പർദ്ധയോടെ നോക്കുകയാണ് ബാസാൻ പർവ്വതം. മനുഷ്യ പ്രകൃതത്തിൻ്റെ പ്രതീകാത്മകമായ ആവിഷ്കരണമാണ്, ചിത്രീകരണമാണ് നാം അവിടെ കാണുന്നത്. മനുഷ്യപ്രകൃതം, അസൂയ പൂണ്ട് ജീവിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവം. ബാസാൻ പർവ്വതം, ബാസാൻ പർവ്വതം അതൊരു മലയാണ്, അതിന് അസൂയയില്ല. പക്ഷേ മനുഷ്യൻ്റെ പ്രകൃതിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നിത്യനായ ദൈവം ബാസാൻ പർവ്വതത്തെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്ന ഗൗരവമേറിയ ഒരു താക്കീതാണ്, ദൈവം വസിപ്പാനിച്ഛിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ അസൂയയോടെ നോക്കരുത്, നിങ്ങൾ സ്പർദ്ധയോടെ നോക്കരുത്. നിങ്ങൾ കേവലം മാനുഷികരായി തീരരുത്, നിങ്ങൾ ദൈവീകരായി തീരണം. മാനുഷികരായി തീരരുത്, ദൈവീകരായി തീരണം. ഭൗതികരായി ഇരിക്കരുത്, നിങ്ങൾ ആത്മീയരായി തീരണം. ദൈവത്തിന് സ്തുതി. ആത്മീയരാകുക, ആത്മീയരായി തീരുക, അതൊരു വലിയ പദവിയാണ്, അതൊരു ഭാഗ്യമാണ്. തീർച്ചയായും നാം എല്ലാം കൊതിക്കേണ്ടതാണ്. ആത്മീയരാകുക, ആത്മമയരായി തീരുക, ആത്മപൂർണരായി തീരുക, ആത്മനിറവുള്ളവരായി തീരുക, ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുക. വ്യക്തി വൈരാഗ്യങ്ങളില്ല അവിടെ, അവിടെ മുൻവിധികളില്ല, അവിടെ മുൻധാരണകളില്ല, പ്രിക്കൺസീവ്ഡ് നോഷൻസ്, പ്രജുഡിസസ് ഇല്ല, അവിടെ ഇല്ല. അവിടെ സ്നേഹം മാത്രം, അവിടെ ദയാവായ്പ് മാത്രം, അവിടെ എല്ലാവരെയും ആദരിക്കുന്ന പ്രകൃതം മാത്രം. സ്വന്തം അഭിപ്രായത്തോട് യോജിക്കാത്തവരെ പോലും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരെയും അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രകൃതം മാത്രം. എല്ലാവരെയും സ്നേഹിക്കുന്ന പ്രകൃതം. കർത്താവേ, ആ പ്രകൃതം ഞങ്ങൾക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കണം. അത് ഗൗരവമേറിയ ഒരു കാര്യമാണത്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ഹെർമോൻ പർവ്വതത്തെക്കുറിച്ചാണ്. ഹെർമോൻ പർവ്വതം, ഹെർമോൻ പർവ്വതം അത് സിയോൻ പർവ്വതമാണ്. യെരൂസലേമിനെ തന്നെയാണ് കുറിക്കുന്നത്. യെരൂസലേം, യെരൂസലേം മലയെയാണ് കുറിക്കുന്നത്. യെരൂസലേം പർവ്വതം, സിയോൻ പർവ്വതം, അക്ഷരീയമായ സിയോൻ, സിയോൻ പർവ്വതം, ഹെർമോൻ പർവ്വതം. ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ കാണാം. ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഹെർമോനെ നമുക്ക് കാണാം. ഇങ്ങനെ അക്കാലത്ത് അമോര്യരുടെ 2 രാജാക്കന്മാരുടെയും കയ്യിൽ നിന്ന് യോർദാനക്കരെ അർന്നോൻ താഴ്വര തുടങ്ങി ഹെർമോൻ പർവ്വതം വരെയുള്ള ദേശവും, ഹെർമോൻ പർവ്വതം വരെയുള്ള ദേശം, ഹെർമോൻ പർവ്വതം വരെയുള്ള ദേശവും സീദോന്യർ ഹെർമോന് സിരിയോൻ എന്നും അമോര്യരോ അതിന് സെനീർ എന്നും പേർ പറയുന്നു. ഹെർമോൻ പർവ്വതം, സീദോന്യർ അതിന് സിരിയോൻ എന്നും അമോര്യരോ അതിന് സെനീർ എന്നും പേർ പറയുന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ നാം കാണും, അർന്നോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേർ മുതൽ ഹെർമോൻ എന്ന സിയോൻ പർവ്വതം വരെയും, അരോവേർ മുതൽ ഹെർമോൻ എന്ന സിയോൻ പർവ്വതം വരെയും. ഹെർമോനാണ് സിയോൻ പർവ്വതം. വീണ്ടും നാം തിരുവചനം വായിക്കുമ്പോൾ നമുക്ക്
യോശുവയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ ഹെർമോൻ പർവ്വതത്തെക്കുറിച്ച് വീണ്ടും വിവരണം കാണാം. ഇസ്രായേൽ മക്കൾ യോർദാനക്കരെ കിഴക്ക് അർന്നോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്കേ അരാബ് മുഴുവനും കൈവശമാക്കുകയിൽ ഇസ്രായേൽ മക്കൾ യോർദാനക്കര കിഴക്ക് അർന്നോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യം, ഹെർമോൻ പർവ്വതം. അവിടെ തന്നെ 5-ാമത്തെ വാക്യത്തിൽ അത് തന്നെ കാണാം. മല്ലന്മാരിൽ ശേഷിച്ച ഇവർ അസ്തരോത്തിലും യദ്രയിലും പാർത്തു. ഹെർമോൻ പർവ്വതവും സൽക്കയും ബാശാൻ മുഴുവനും ഗശൂര്യരുടെയും മാഗാത്യരുടെയും ദേശവും എന്നിങ്ങനെ അവിടെ വിവരിച്ചിരിക്കുന്നു. ഹെർമോൻ പർവ്വതം, ഹെർമോൻ പർവ്വതത്തെക്കുറിച്ച് യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് കാണാം. കനാന്യരുടെ ദേശമൊക്കെയും സീദോന്യർക്കുള്ള മെയാരെയും ഗിബേല്യരുടെ ദേശവും കിഴക്ക് ഹെർമോൻ പർവ്വതത്തിൻ്റെ അടിവാരത്തിലെ ബാൽഗാദ് മുതൽ ഹമാത്തിലേക്ക് തിരിയുന്ന സ്ഥലം വരെയുമുള്ള ലെബാനോൻ ഒക്കെയും. ഇന്നത്തെ ലെബനിലാണ്, ഇന്നത്തെ ഈ ലെബനോൻ എന്ന് പറയുന്ന ലെബനനിലാണ്, ആ പ്രദേശത്തോട് അടുത്താണ് അന്ന് ഹെർമോൻ പർവ്വതത്തിൻ്റെ അതിരുണ്ടായിരുന്നത് എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളിലേക്ക് കടക്കണമെന്നില്ല. 89-ാമത്തെ സങ്കീർത്തനം 12-ാം വാക്യം വായിക്കുമ്പോൾ ദക്ഷിണോത്തര ദിക്കുകളെ നീ സൃഷ്ടിച്ചിരിക്കുന്നു, താബോരും ഹെർമോനും നിന്റെ നാമത്തിൽ ആനന്ദിക്കുന്നു. ഹെർമോൻ പർവ്വതം ഞാൻ ഇത്രയും എടുത്തു പറയാൻ കാരണം, ഹെർമോൻ പർവ്വതം ദൈവമക്കൾക്ക് വിലപ്പെട്ടൊരു പർവ്വതമാണ്. അത് ഇനി അടുത്ത് നാം താമസിയാതെ ചിന്തിക്കാൻ പോകുന്ന സ്വർഗീയ സിയോൻ പർവ്വതത്തിൻ്റെ ഒരു നിഴലാണ്. സ്വർഗീയ സിയോൻ പർവ്വതം, 12-ാമത്തെ പർവ്വതം സ്വർഗീയ സിയോൻ പർവ്വതമാണ്. സ്വർഗീയ സിയോൻ പർവ്വതത്തിൻ്റെ ഒരു നിഴലാണ്. ഈ ഭൂമിയിൽ ദൈവമക്കൾ താൽക്കാലിക ജീവിതം നയിക്കുന്നവരാണ്. ഇവിടെ നിന്ന് ഒരിക്കൽ നാം എല്ലാവരും, ഞാനും നിങ്ങളും, ഒരു ദിവസം നാം അക്കരയ്ക്ക് പറന്നു പോകും, മരണം വഴിയായി കടന്നു പോകും. ഇവിടെയുള്ള നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. ഇവിടെയുള്ള ജീവിതം വളരെ ക്ഷണികമാണ്. കവികൾ പറയും ക്ഷണപ്രഭാ ചഞ്ചലമെന്നൊക്കെ. നിമിഷകാലം കൊണ്ട് മാത്രം തീർന്നു പോകുന്നൊരു ജീവിതം, നൈമിഷികമായ ചില കാര്യങ്ങൾ മാത്രം, എല്ലാം മാറി മറിഞ്ഞു പോകും, സ്വപ്ന സമാനം. നിങ്ങളോട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് ഓർമ്മയുണ്ടോ? മഹാസമുദ്രത്തിൽ എന്തുമാത്രം വെള്ളമാണുള്ളത്, എന്തുമാത്രം വെള്ളം! കോരിയാൽ തീരുമോ? മുക്കിയെടുത്താൽ തീരുമോ? ഒരു ബക്കറ്റ് കൊണ്ട് കോരിയെടുക്കാമെന്ന് വിചാരിച്ചു. മഹാസമുദ്രത്തിൽ വെള്ളമുണ്ടോ? തീരാൻ പോകുന്നു, തീരില്ല. എന്നാൽ അതിൽ നമ്മുടെ കൈ മുക്കി ഒരു കയ്യിലുള്ള വെള്ളം ഒരു തുള്ളി നാം ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നു വിചാരിക്കൂ. ഒരു തുള്ളി വെള്ളം, അത് അങ്ങനെ എത്ര തുള്ളി എടുത്താൽ തീരും? തീരില്ല. എണ്ണിയാൽ ഒടുങ്ങുകയില്ല, തീരില്ല. മഹാസമുദ്രത്തിലെ വെള്ളം പോലെ പരന്ന് വിശാലമായി കിടക്കുകയാണ് ഈ മനുഷ്യ ജീവിതത്തിൻ്റെ നിത്യത എന്ന് പറയുന്നത്. നിത്യത. അതിൽ ഈ താൽക്കാലിക ജീവിതത്തിലെ ആയുസ്, ഭൗമിക ജീവിതത്തിലെ ആയുസ് എന്ന് പറയുന്നതോ ഒരു തുള്ളി മാത്രം. നിത്യതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, വിശ്വവിശാലമായ നിത്യതയിലേക്ക് നോക്കുമ്പോൾ, സാർവപ്രാപഞ്ചികമായ നിത്യതയിലേക്ക് നോക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ഭൗതിക ജീവിതത്തിൻ്റെ ഒരായുസ് എന്ന് പറയുന്നത് കേവലം ഒരു തുള്ളി മാത്രം. എത്രയെത്ര തുള്ളികളാണിനി ഈ മരണത്തിന് ശേഷം പിന്നെ തുടരാനുള്ളത്. ഒരു നാൾ ഈ സ്വർഗീയ സിയൻപുരിയിലേക്ക് നാം യാത്ര ചെയ്തെത്തും. അവിടെ നാം കടന്നു ചെല്ലണം, ഇല്ലെങ്കിൽ നഷ്ടമാണ്. അതിൻ്റെ ഒരു നിഴലാണ് ഈ ഭൂമിയിലെ ഹെർമോന്യ പർവ്വതം, ഈ ഭൂമിയിലെ താൽക്കാലിക ജീവിതം നയിക്കുന്നതായ ഈ ലോക ജീവിതത്തിലെ സിയോൻ അല്ലെങ്കിൽ യെറൂസലേം ജീവിതം. ഈ ലോക ജീവിതത്തിൽ എൻ്റെ ജീവനുള്ള ക്രിസ്തുവിനോടുള്ള സ്നേഹവായ്പിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാനും പ്രലോഭിപ്പിച്ച് അകറ്റുവാനും ശ്രമിക്കുന്ന ഭൗതിക വിഷയങ്ങൾ എന്നെ ആകർഷിച്ചാലും അതൊന്നും എൻ്റെ നാഥനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ സാധ്യമല്ലെന്ന് ദൈവത്തിൻ്റെ പ്രിയ പൈതൽ പാടുകയാണ്.
ഈ ഭൗതിക ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും വെറിക്കൂത്തുകളും ഇമ്പങ്ങളും സുഖലാലസകളും എന്നെ മാടി വിളിച്ചാലും, ഭൗതികമായ ഇമ്പങ്ങൾ എന്നെ ക്ഷണിച്ചാലും, ലോകത്തിലെ സന്തോഷങ്ങളും സുഖങ്ങളും എന്നെ പ്രലോഭിപ്പിച്ചാലും, എൻ്റെ നാഥ, നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. മണ്ണേ പ്രതി ഞാൻ മാണിക്യം വെടിയുകയില്ല, മണ്ണേ പ്രതി മാണിക്യം വെടിയുകയില്ല. നിത്യജീവൻ്റെ സൗഭാഗ്യ സമ്പത്ത് ഞാൻ വെടിയുകയില്ല, നിത്യജീവൻ്റെ സൗഭാഗ്യം നഷ്ടപ്പെടുത്തുകയില്ല. ദൈവജനമേ, ഈ ഒരു ഉറപ്പാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതൽ. ഏതെല്ലാം സാഹചര്യങ്ങൾ വന്നാലും, എന്തെല്ലാം ചുറ്റുപാടുകൾ വന്നാലും, ഏതെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും, നാഥ, എൻ്റെ യേശുവേ, നാഥ, നിന്നെ ദുഃഖിപ്പിക്കുന്നു നിൻ്റെ ജീവിതത്തിൽ വരികയില്ല. എൻ്റെ നാഥനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ഞാൻ നയിക്കും. എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷക, എനിക്ക് വേണ്ടി തിരുരക്തം ചിന്തിയ ഉടയവനെ, ഈ ലോകത്തിലെ യാതൊരു കാര്യവും നിന്നിൽ നിന്ന് നിന്നെ അകറ്റാൻ ഞാൻ സമ്മതിക്കുകയില്ല. മണ്ണേ പ്രതി ഞാൻ മാണിക്യം വെടിയുകയില്ല. നിശ്ചയം നാഥ, ഞാൻ നിന്നോട് ചേർന്ന് അന്ത്യത്തോളം നിൽക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരീ സഹോദരങ്ങളെ, ഈ 133 സങ്കീർത്തനത്തിൽ നാം കണ്ടത് എന്താണ്? ഹെർമോന്യ മഞ്ഞ്. ഹെർമോൻ പർവ്വതത്തിൽ ഒരു പ്രത്യേക മഞ്ഞുണ്ട്. എന്താണത്? നമുക്ക് വായിക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി, അവൻ്റെ തലയിലെ വിശേഷതൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഐക്യം, സ്നേഹം, അവിടെയാണ് അനുഗ്രഹം. ഐക്യം, സ്നേഹം, ഒരു മനസ്സ്, ഹാർമണി, അവിടെയാണ് ശാശ്വതമായ ജീവൻ, നിത്യജീവൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒന്ന് ചിന്തിക്കൂ. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഐക്യം പുലർത്താൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഭർത്താവിനോട് വിശ്വസ്ത പുലർത്താൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഭാര്യയോട് സ്നേഹത്തോടെ ആർദ്രതയോടെ പെരുമാറാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ മക്കളെ എനിക്ക് വാത്സല്യത്തോടെ വീക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ദൈവമേ, എൻ്റെ മാതാപിതാക്കളോട് ബഹുമാനത്തോടെ ആദരവോടെ സ്നേഹത്തോടെ എനിക്ക് പെരുമാറാൻ സംസാരിപ്പാൻ കഴിയുന്നുണ്ടോ? എൻ്റെ ജോലി സ്ഥലത്ത് വിശ്വസ്തയോടെ നിൽക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഉള്ളിൽ വേദന വരാതെ കഴിവുള്ള സഹായം ചെയ്തുകൊണ്ട് ജീവിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം എങ്ങനെയാണ്? സ്നേഹം. എന്താണ് പറഞ്ഞത്? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദയവായി ചിന്തിക്കണമേ. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തൊരുമിച്ച്, ഉള്ളൊരുമിച്ച്, ഹൃദയം പറ്റിച്ചേർന്ന് നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ഹൃദയം, ഒരു മനസ്സ്, ഒരു ചിന്ത, സ്നേഹത്തിൽ ഐക്യത്തിൻ്റെ ദാർഢ്യം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഓരോരുത്തരും തന്നേക്കാൾ ശ്രേഷ്ഠനായി മറ്റുള്ളവരെ എണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനായി എണ്ണിക്കൊള്ളുക. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ഇതെല്ലാം പ്രസംഗത്തിൻ്റെ ശൈലിയിൽ നിന്നാൽ മതിയോ? എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഏടായി മാറണ്ടേ? ജീവിതത്തിൻ്റെ ഒരു പേജായി തീരണ്ടേ? ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരണ്ടേ? ജീവിതത്തിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഭാര്യയെ സ്നേഹിക്കാത്തൊരു ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ഭാര്യയെ ദ്വേഷിക്കുന്നവർ, ആ സാധു സ്ത്രീയെ മർദ്ദിക്കുന്നവർ, ആ നിരപരാധിയായ സ്ത്രീയെ വേദനിപ്പിക്കുന്നവർ, മുള്ളുവാക്കുകൊണ്ട് കുത്തി മുറിപ്പെടുത്തുന്നവർ, അവളുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നവർ, അവളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്നവർ, ഭാര്യയുടെ സ്വന്തത്തിൽപ്പെട്ടവരെ വേദനിപ്പിക്കുന്നവർ, അവരെ തുച്ഛീകരിക്കുന്നവർ, അവരെ പുച്ഛിക്കുന്നവർ, അവരെ പരിഹസിക്കുന്നവർ, അവരെ തിരസ്കരിക്കുന്നവർ. ഒപ്പം പറയട്ടെ, ഭർത്താവിനെ ബഹുമാനിക്കുന്നുണ്ടോ? ഭർത്താവിനെ കരുതുന്നുണ്ടോ? ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ?
ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നുണ്ടോ? മുമ്പൊരിക്കൽ പറഞ്ഞതൊന്നുകൂടി പറയട്ടെ. ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടണം, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം. എഫെസ്യ ലേഖനം 5-ാം അധ്യായവും 1 പത്രോസ് 3-ാം അധ്യായവും വായിക്കുമ്പോൾ കാണാം, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ കരുതണം, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. ഉണ്ടോ? ഇത് നമ്മുടെ കുടുംബജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്നുണ്ടോ? സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കൊച്ചു കുടുംബം കൊച്ചു സ്വർഗമായി തീരണം. അവിടെ സ്നേഹമുണ്ടെങ്കിൽ സ്വർഗമായി, അവിടെ സ്നേഹം, അവിടെ ഐക്യം. ആരും ആരെയേക്കാൾ വലിയവരല്ല, ആരും ആരെയേക്കാൾ ചെറിയവരുമല്ല. പരസ്പരം ആദരിക്കാൻ കഴിയുന്നു, പരസ്പരം ബഹുമാനിക്കാൻ കഴിയുന്നു, പരസ്പരം കരുതാൻ കഴിയുന്നു, പരസ്പരം കീഴ്പ്പെടാൻ കഴിയുന്നു, പരസ്പരം ക്ഷമിക്കാൻ കഴിയുന്നു, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നു. അതല്ലയോ ക്രിസ്തീയ ജീവിതം? അതല്ലയോ നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ടത്? അതില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം തകർന്നില്ലേ? ഇല്ലെങ്കിൽ നിത്യത കിട്ടുകയില്ല. കാരണം പറയുന്നു, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. സ്നേഹമുള്ളയിടത്ത്, ഐക്യമുള്ളയിടത്ത് ജീവനുണ്ട്, ശാശ്വതമായ ജീവൻ, നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ്. നിത്യജീവൻ അവിടെയുണ്ട്, അവിടെ യഹോവയുടെ അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു നേരത്തെ ആഹാരമില്ലെങ്കിൽ എന്ത്? വലിയ രുചികരമായ കറിയോ വിഭവങ്ങളോ ഇല്ലെങ്കിൽ എന്ത്? വലിയ പലഹാരങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത്? എല്ലാ നേരവും സുഭിക്ഷമായി കഴിക്കാനുള്ള മാർഗം ഇല്ലെങ്കിൽ എന്ത്? പൈസയ്ക്ക് ഞെരുക്കമാണെങ്കിൽ എന്ത്? തടത്തിൽ പൊറുതി മുട്ടുന്നെങ്കിൽ എന്ത്? ദൈവത്തിന് സ്തോത്രം. സ്നേഹമുണ്ടെങ്കിൽ എല്ലാറ്റിനും പരിഹാരമല്ലേ? സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് സ്വയം ശോധന ചെയ്യൂ. സ്നേഹമുണ്ടെങ്കിൽ അവിടെ സ്വർഗമല്ലേ? ഒരു ഹൃദയമായി എല്ലാവരും ചേർന്നുള്ളൊരു ജീവിതം, സഹോദരങ്ങൾ പരസ്പരം ഭിന്നിക്കാതെ കഴിയുന്ന ജീവിതം, വീട്ടുകാരിണങ്ങിക്കഴിയുന്ന ജീവിതം, ചാർച്ചക്കാരും വേഴ്ചക്കാരും ബന്ധക്കാരും സ്വന്തക്കാരും എല്ലാം ഒരുമിച്ച് കഴിയുന്ന ജീവിതം, അയൽക്കാരെല്ലാമായി ശാന്തതയിലും സ്നേഹത്തിലും സൗമ്യതയിലും വിട്ടുവീഴ്ച മനോഭാവത്തിലും കഴിയുന്ന ജീവിതം, പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ ഒരു ഹൃദയത്തോടെ ജോലി ചെയ്യുന്ന ജീവിതം. സ്വപ്നം കണ്ടാൽ മതിയോ? ഇത് നമ്മുടെ ജീവിതത്തിലാകണ്ടേ? നമുക്കത് തുടങ്ങണ്ടേ? മറ്റവൻ തുടങ്ങാൻ ഇപ്പോൾ കാക്കണ്ട. ഞാനത് തുടങ്ങും, നിങ്ങൾക്ക് തീരുമാനിക്കാം. എൻ്റെ ഭാര്യ അത് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കേണ്ട, ഞാനത് ആരംഭിച്ചിരിക്കും. എൻ്റെ ഭർത്താവ് അങ്ങനെ തുടങ്ങട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഞാനത് എന്നിൽ ആരംഭിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെന്ത് പറയുന്നു? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി. അവൻ്റെ തലയിലെ വിശേഷത ഇലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയുമാകുന്നു. ഹെർമോൻ, സിയോൻ പർവ്വതം, ഹെർമോൻ, യെറൂസലേം, അത് സ്നേഹത്തിൻ്റെ പര്യായമാണ്, ഐക്യത്തിൻ്റെ പര്യായമാണ്. ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. എൻ്റെ ജീവിതത്തിൽ സ്നേഹം എത്ര കണ്ടുണ്ട്? കർത്താവ് പഠിപ്പിച്ച കൽപ്പന പരസ്പരം സ്നേഹിപ്പീനെന്നാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ. നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീനെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാനും നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഇന്നത്തെ ക്രൈസ്തവ സഭകൾ ലജ്ജിക്കണ്ടേ? ഇന്നത്തെ ക്രിസ്തീയ സമൂഹങ്ങൾ ലജ്ജിക്കണ്ടേ? ഇന്നത്തെ സമുദായങ്ങൾ ലജ്ജിക്കണ്ടേ? വർഗസമരങ്ങൾക്ക് ആവശ്യമുണ്ടോ? മതമൈത്രിയല്ലേ ഇന്ന് വേണ്ടത്? സമുദായ സൗഹാർദ്ദമല്ലേ ഇന്നത്തെ അത്യാവശ്യം? സ്നേഹിതരെ, സമുദായ സൗഹാർദ്ദം, മതമൈത്രി വാക്കുകളിൽ തങ്ങി നിൽക്കാതെ അതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി പ്രതിഫലിപ്പിക്കാൻ കഴിയുമ്പോഴാണ് നാം ക്രിസ്ത്യാനികളായി തീരുന്നത്, അഥവാ നാം നല്ല മനുഷ്യരായി തീരുന്നത്. മനുഷ്യരായി തീരുക, സംസ്കാര ഭദ്രതയുള്ളൊരു തലമുറയായി നമുക്ക് എഴുന്നേൽക്കാം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കുരിശ് വരയ്ക്കാം, അത് എളുപ്പമാണ്. നമസ്കാരം ചൊല്ലാം, എളുപ്പമാണ്. ഗീതങ്ങൾ മലയാളത്തിൽ സുറിയാനിയിൽ ചൊല്ലാം, എളുപ്പം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ അല്പം
അല്പം ഗൗരവമായി പറയട്ടെ, പക്ഷേ സ്നേഹിക്കാൻ പ്രയാസമാണ്. സ്നേഹം ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നതാണ്. ക്രിസ്തുവാണ് സ്നേഹം. ദൈവം സ്നേഹമാണ്. ക്രിസ്തു നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹമുള്ളവരായി തീരും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തു നിങ്ങൾ വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കണ്ണടച്ച് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? കുടുംബത്തിൽ അത് തുടങ്ങട്ടെ, സ്വന്തം കുടുംബത്തിൽ തുടങ്ങട്ടെ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ തുടങ്ങട്ടെ, അത് സമൂഹത്തിലേക്ക് വ്യാപിക്കട്ടെ. നിങ്ങൾ സമൂഹത്തിൽ ദീപസ്തംഭമായി പ്രശോഭിക്കും. നിങ്ങൾ മൂലം അനേകർ അനുഗ്രഹിക്കപ്പെടും. എല്ലാവരും ശരിയാകാൻ നിങ്ങൾക്കാക്കണ്ട. സാധിക്കുമോ? എന്നാൽ എന്ത് സാധിക്കും? എന്നാൽ എന്ത് സാധിക്കും? നിങ്ങൾ നോക്കൂ, നിങ്ങളെ തന്നെ സമർപ്പിക്കൂ. അതിനുള്ള മാതൃക ക്രൂസിൽ കാണാം. നമുക്ക് ക്രൂസിലേക്കൊന്ന് നോക്കാം. ക്രൂസിൻ്റെ മാതൃക ഒന്ന് കാണാം. ക്രൂസിലെ യേശു കൈകൾ രണ്ടും ആണിയടിച്ച് തകർന്ന്, കാൽ രണ്ടും ആണിയടിച്ച് തകർന്ന്, തൻ്റെ തങ്കത്തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി ചോരയും നീരും ഒഴുക്കി, പുറൊഴുചാല് പോലെ കീറി, മുഖത്ത് തുപ്പലേറ്റ്, കന്നത്തടിയേറ്റ് അങ്ങനെ കിടക്കുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, കരഞ്ഞുകൊണ്ട് പറയുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നതിൻ്റെത് എന്നിവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, നമുക്ക് ഈ സ്നേഹത്തിൻ്റെ പാഠം ഉൾക്കൊള്ളാം. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും, ഏത് സഭയിൽപ്പെട്ടവരാണെങ്കിലും, സഹോദരങ്ങളെ, നിങ്ങൾ ഏതെല്ലാം ജീവിത മേഖലകളിൽ നിൽക്കുന്നവരാണെങ്കിലും, ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ, യേശുവേ, ക്രൂസിൽ നീ കാണിച്ച സ്നേഹത്തിൻ്റെ മാതൃകയിൽ ഒരു പുതിയ ജീവിതം ഞാനിത് ആരംഭിക്കുന്നു. കുരിശിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ ഞാനിതാ ഒരുങ്ങുന്നു. എന്നെ തന്നെ കുരിശിൻ ചുവട്ടിൽ ഞാൻ അർപ്പണം ചെയ്യുന്നു. എന്നിൽ കനിയണമേ. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ കൊടും ചെയ്തികളെ ക്ഷമിക്കണമേ, പാപങ്ങൾ പൊറുക്കണമേ. ഒരു പുതിയ ജീവിതം ഞാനിതാ തീരുമാനിക്കുന്നു. എന്നെ നീ സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. നിന്റെ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാവരുടെ മേലും സ്നേഹത്തിൻ്റെ ആത്മാവിനെ പകരണമേ. വചനം കേട്ട എല്ലാവരുടെ മേലും ശാന്തിയുടെയും സമാധാനത്തിൻ്റെ ആത്മാവിനെ പകരണമേ. വിദ്വേഷത്തെയും വൈരാഗ്യത്തെയും സ്പർദ്ധയെയും നീരസത്തെയും കയ്പിനെയും അകറ്റണമേ. പകയെയും വിദ്വേഷത്തെയും ദൂരീകരിക്കണമേ. സ്നേഹം പുലരണമേ, സ്നേഹം വളരണമേ. സ്നേഹത്തിൽ വളരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ശാപദോഷങ്ങൾ മാറ്റണമേ, രോഗബാധകൾ നീക്കണമേ. പൈശാചിക കൊടും ചെയ്തികളിൽ ഞങ്ങൾക്ക് മോചനം തരണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.